പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി, ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടു ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ്, നമ്മുടെ 19th നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ എക്സാം വരുന്നത്. രാവിലെ ആയിരിക്കും എക്കണോമിക്സിൻ്റെ എക്സാം നടക്കുന്നത്. യെസ്, ആൻഡ് നമ്മുടെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് ടോട്ടൽ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓണം എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്, ആൻഡ് തേർഡ് വൺ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ എന്ന് കരുതി ഉഴപ്പാനായിട്ട് നിൽക്കരുത്. ഇപ്പോഴേ പഠിച്ച് പോവുകയാണെങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ വരുമ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞു തരാനായിട്ടാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ ലൈവ് സെഷനിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത് എന്ന് ജസ്റ്റ് പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വണ്ണാണ് എന്ത്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, സെൻട്രൽ പ്രോബ്ലംസ്, അത് പഠിക്കണം. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് എന്ത്, PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് നമ്മൾ പറയും. ഓക്കെ, മറ്റൊരു പേര് നമ്മൾ പറയും. അതായത് എന്താണ്, നമ്മുടെ ഇക്കോണമിയിലെ കംപ്ലീറ്റ് റിസോഴ്സസും കംപ്ലീറ്റ് ടെക്നോളജിയും നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് എക്കോണമിയിൽ 2 ഗുഡ്സേ ഉള്ളതെന്ന് പറഞ്ഞു. ഈ 2 ഗുഡ്സിൻ്റെ എത്ര കോമ്പിനേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് കാണിക്കുന്ന ഒരിതാണ്, കർവാണിത് PPC, അഥവാ നമ്മൾ എന്ത് പറയും, PPF എന്നും കൂടി പറയും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും കൂടി പറയും. ഓക്കെ, ഇതിനൊരു ഗ്രാഫ് ഉണ്ട്, അത് ഇങ്ങനെയാണ് വരുന്നത്, ഒരു കോൺകേവ് ഷേപ്പിലാണ് നമ്മുടെ PPC ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഇന്ന് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലെ, ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ, അല്ലെ. എന്താണ്, നമുക്ക് ബിരിയാണി മന്തി ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് മന്തി മതി. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ എന്ത് വേണ്ടാന്ന് വെച്ചു, ഇവിടെ ബിരിയാണി വേണ്ടാന്ന് വെച്ചു, അതാണ് എന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് വൺ ആണ് എന്ത്, നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ MOC എന്ന് പറയും. അതായത് നമ്മൾ ഒരു യൂണിറ്റിൻ്റെ ഒരു അഡീഷണൽ യൂണിറ്റ് മേടിക്കാനായിട്ട് നമ്മൾ മറ്റൊരു യൂണിറ്റിൻ്റെ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ വേണ്ടാന്ന് വെച്ചു, സാക്രിഫൈസ് ചെയ്തു, അതാണ് എന്ത്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ അടുത്താണ് എന്ത്, ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം. നമുക്ക് 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആണുള്ളത്. സോഷ്യലിസ്റ്റ് ഇക്കോണമി ഉണ്ട്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് മിക്സഡ് ഇക്കോണമി ഉണ്ട്, അല്ലേ. സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് റൂളാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട്. അവിടെ എന്താണ്, വെൽഫെയർ ആണ് അവിടെ മോട്ടീവ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നമ്മൾ പ്ലാനിങ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി എന്ന് നമ്മൾ പറയും. അവിടെ ഫുൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്, ഗവൺമെൻറ്റിന് യാതൊരു റോളും ഇല്ല. അവിടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാത്രമാണ് അവരുടെ ഏക മോട്ടീവ് എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെന്താ യൂസ് ചെയ്യുന്നത്, പ്രൈസ് മെക്കാനിസമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ആൻഡ് ഫൈനൽ വൺ ആണ് നമ്മുടെ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത്, അല്ലെ. സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും ഒരു മിക്സ് ആണ്, ഗുഡ് ആസ്പെക്ട്സ് മാത്രം കോർത്തിണക്കി ഉണ്ടാക്കിയതാണ് മിക്സഡ് ഇക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്, അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്ലാനിങ് മെക്കാനിസം അതേപോലെ പ്രൈസ് മെക്കാനിസം രണ്ടും കൂടെ നോക്കിയിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്താണ് നോക്കി, പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. സാധാരണ ഇതങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ എങ്ങാനും ചോദിച്ചിരുന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമല്ലോ. യെസ്, പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. ഇനി നോർമേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഔട്ട് ടു ബി, അല്ലെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മൈക്രോ മീൻസ് സ്മോൾ, മാക്രോ മീൻസ് ബിഗ്, അല്ലേ. മൈക്രോയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ സ്റ്റഡിയാണ് പഠിക്കുന്നത്, അല്ലേ. അതേപോലെ മാക്രോയിലോ ആഗ്രിഗേറ്റ് സ്റ്റഡി, ടോട്ടലാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഓക്കെ, ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും ടോപ്പിക്സിലുണ്ടെങ്കിൽ അതും കൂടി പറയുക, നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.